അതെ ഗൈസ്, പിന്നെയും വന്നിരിക്കുകയാണ്. രാവിലെ തന്നെ അക്ഷയ പോയി നമ്മുടെ RC ബുക്കിലെ പേരൊക്കെ ഒന്ന് മാറ്റാൻ പോയി. അത് കഴിഞ്ഞ് നേരെ വരുന്ന വഴിക്കാണ് നമ്മൾ നോമ്പിൻ്റെ കെട്ടിയവൻ അവിടെ ഇരുന്ന് ഫുട്ബോൾ കളിക്കുന്നത് കണ്ടത്, അതും പൊടി പിള്ളേരുടെ കൂടെ. പിന്നെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് നേരെ ബീച്ചിലോട്ടൊക്കെ പോയി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ എച്ച്.ആൻഡ്.ജെ മാളിലോട്ട് പോയി ഗൈസ്. നമ്മുടെ കരുനാഗപ്പള്ളിയിലുള്ള എച്ച്.ആൻഡ്.ജെ മാളിലാണ് പോയത്. നമുക്ക് ഞാൻ പറയാൻ വിട്ടുപോയി, നോമ്പിന് ഓഫർ ലെറ്റർ കിട്ടിയിരിക്കുകയാണ്. സോ അങ്ങനെ ഹോസ്റ്റൽ നീഡ്സൊക്കെ വാങ്ങാൻ വേണ്ടി പോയതാണ്. ഒന്നും വാങ്ങിയില്ല, ജസ്റ്റ് നോക്കാൻ. നമ്മൾ ഇറങ്ങിയപ്പോൾ നല്ല ലേറ്റായി. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം അവിടെ കറങ്ങി നിന്ന്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ചില ഇടവേളകളിൽ നാഗവല്ലനായി മാറാനോട്ട് ഗൈസ്. അതായത് ഈ ഗ്ലാസ്, കാർ ടോയ്സ്, ബ്രഷ് ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേകതരം ഭാവമാറ്റം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇനി ഒരു ടംഗ്ലിങ്നെസ് കണ്ടു, നല്ല ക്യൂട്ടായിട്ടില്ലേ, ക്രാഫ്റ്റ് ചെയ്യാൻ മേടിക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ഉള്ളിൽ നാഗവല്ലൻ പുറത്ത് വരുമെന്ന്. ഇതാണ് ഗൈസ് അത്. കുറച്ച് നേരം ക്ലാസ്സൊക്കെ നോക്കിയിരുന്നു. പിന്നെ അവിടുന്ന് ഞാൻ നൈസായിട്ട് വിളിച്ചുകൊണ്ട് വന്നപ്പോൾ അടുത്ത ടോയ്സ്. പിന്നെ അതുമൊക്കെ നോക്കി അവിടെ നിന്നും വിളിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കാണ് ഈ ഒരു സാധനം കണ്ട്. നല്ല ക്യൂട്ടായിട്ടില്ലേ, എന്തോ ഒരു പ്രത്യേക ഭംഗി. അത് നേരെ തിരിഞ്ഞപ്പോഴാണ് ഈ ഒരു ആർട്ട് വർക്ക് കണ്ടത്. സംഭവം എന്താണെന്നൊന്നും പിടികിട്ടിയില്ലെങ്കിൽ നമ്മൾ കുറച്ചധികം നേരം അവിടെ നിന്ന് വീക്ഷിച്ചുകൊണ്ട് നിന്നു. പിടി കൊടുക്കാൻ പാടില്ലല്ലോ. ഇതെന്തുവാന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ നേരെ തിരിഞ്ഞപ്പോഴാണ് അവൻ പറഞ്ഞത് നൊസ്റ്റാൾജി തരുന്ന കുറച്ച് പൗഡേഴ്സ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഗൈസ്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ അതിൻ്റെ ഒരു ഇത് പറഞ്ഞു തരിക. പിന്നെ റോളോണൊക്കെ നോക്കി നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല മഴ. പിന്നെ ഒരു ഷാർമയും കട്ടനും കുടിച്ച്. എങ്ങനെ ഉണ്ടാക്കുമ്പോൾ